ഹായ് എവ്രിവൺ, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ UPSC സിവിൽ സർവീസ് എക്സാമിനേഷന്റെ മുഴുവൻ എക്സാം പാറ്റേൺ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ UPSC CSCക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് അല്ലെങ്കിൽ ഒരു ബിഗിനർ ആണ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ സഹായകമായിരിക്കും. UPSC എക്സാമിന് എത്ര സ്റ്റേജസ് ഉണ്ട്, ഓരോ സ്റ്റേജിലും എന്തൊക്കെ സബ്ജക്ട്സ് വരുന്നു, മാർക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്താണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്താണ് UPSC CSC? CSC എന്ന് പറയുമ്പോൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ. എല്ലാ വർഷവും IAS, IPS, IFS, IRS പോലെയുള്ള സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസസിലേക്ക് കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് UPSC നടത്തുന്ന ഒരു എക്സാം ആണ് ഇതെന്ന് പറയുന്നത് സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് 3 സ്റ്റേജസ് ആണുള്ളത്: പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. പ്രിലിംസ് എന്താണ്? ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. മെയിൻസ് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. പിന്നെ മൂന്നാമത്തെ സ്റ്റേജ് ആണ് എന്ത്? ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. 3 സ്റ്റേജസ് ആണുള്ളത്. ഏതൊക്കെയാണ്? പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ. ഇനി പ്രിലിംസ് എക്സാമിന്റെ പാറ്റേൺ നോക്കാം. പ്രിലിംസ് എക്സാമിന് 2 പേപ്പർ ആണുള്ളത്: GS പേപ്പർ 1ഉം GS പേപ്പർ 2ഉം. അതായത് GS പേപ്പർ 2 എന്തെന്നും അറിയപ്പെടുന്നു? CSAT എന്നും അറിയപ്പെടുന്നുണ്ട്. GS പേപ്പർ 1 200 മാർക്കിലാണ് എക്സാം നടത്തപ്പെടുന്നത്. CSAT എന്താണ്? 200 മാർക്കിലാണ് നടത്തപ്പെടുന്നത്. 2 മണിക്കൂർ വീതമായിരിക്കും ഡ്യൂറേഷൻ വരുന്നത്. ഇതെന്താണ്? ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. ഓക്കെ, GS പേപ്പർ 1 വരുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണ്? കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റി ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ആണ് GS പേപ്പർ 1 വരുന്നത്. CSATനകത്താണ് നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? മാത്സ്, റീഡിംഗ് കോംപ്രഹെൻഷൻ, റീസണിങ് മുതലായ ടോപ്പിക്സ് ഒക്കെയാണ് എന്ത്? CSATല് വരുന്നത്. ഓക്കെ, പിന്നെ പ്രിലിംസിന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾ ഉണ്ട്. അതെന്താണ്? CSAT പേപ്പർ എന്താണ്? ക്വാളിഫയിങ് പേപ്പർ ആണ്. അതായത് 200-ലും 33% മാർക്ക്, 66 മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് CSAT ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ CSAT എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ക്വാളിഫൈ ആയാൽ മതി. നമ്മുടെ കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യുന്ന മാർക്ക് ഏതാണ്? GS പേപ്പർ 1ന്റെ മാർക്കാണ്. പക്ഷെ എന്താണ്? GS പേപ്പർ 1 നമ്മൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു എങ്കിലും എന്താണ്? CSAT ക്വാളിഫൈ ആയില്ലെങ്കിൽ നമുക്ക് എക്സാം പ്രിലിംസ് ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യുക? CSATന് കൊടുക്കേണ്ടതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് CSAT നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ GSഉം നല്ല രീതിക്ക് പഠിക്കുക. ഓക്കെ, ഇതെന്താണ്? ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. നമുക്കൊന്നും ഇതിൽ പാരഗ്രാഫ് ഫോമിൽ നമുക്ക് എഴുതാനായിട്ടില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? തരുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ മാർക്ക് ചെയ്താൽ മാത്രം മതിയാവും. ഓർത്തു വെക്കുക, CSAT ഒരു ക്വാളിഫയിങ് നേച്ചറിലുള്ള പേപ്പർ ആണ്. 200-ലും 33% മാർക്ക്, അതായത് 200-ൽ 66 മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? CSAT ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. CSATന്റെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരെന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്തിട്ട് എനിക്കൊരു മെസ്സേജ് ചെയ്താൽ മതിയാവും. ഇനി അടുത്തത് മെയിൻസ് എക്സാമിന്റെ പാറ്റേൺ നോക്കാം. ഇപ്പൊ പ്രിലിംസിന്റെ പാറ്റേൺ മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് പ്രിലിംസ് എന്താണ്? 2 പേപ്പർ ആണുള്ളത്: GS പേപ്പർ 1ഉം CSATഉം. ഓക്കെ, GS പേപ്പർ 1 ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത്? കറണ്ട് അഫയേഴ്സ്, ജോഗ്രഫി, പൊളിറ്റി, ഹിസ്റ്ററി, എക്കണോമിക്സ് ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ആണ് GS പേപ്പർ 1 വരുന്നത്. ഇനിയിപ്പോ CSATലാണെങ്കിലോ മാത്സ്, റീസണിങ്, റീഡിംഗ് കോംപ്രഹെൻഷൻ ഇതൊക്കെയാണ് എന്ത്? CSATല് വരുന്നത്. അതെന്താണ്? ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. CSAT ഒരു ക്വാളിഫയിങ് നേച്ചറിലുള്ള പേപ്പർ ആണ്. അതായത് 200-ൽ 66 മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് CSAT ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മെയിൻസ് എക്സാമിന്റെ പാറ്റേൺ നോക്കാം. മെയിൻസ് എക്സാമിന് എത്ര പേപ്പർ ആണുള്ളത്? 9 പേപ്പർ ആണ് വരുന്നത്. ടോട്ടൽ മാർക്ക് എത്രയിലാണ്? 1750-ലാണ്. പ്രിലിംസിന്റെ മാർക്ക് എന്ത് ചെയ്യത്തില്ല? ഫൈനൽ റാങ്കിങ്ങിന് വേണ്ടിയിട്ട് കൗണ്ട് ചെയ്യത്തില്ല. മെയിൻസിന്റെ ഇന്റർവ്യൂവിന്റെ ആണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് നോക്കാം. ഓക്കെ, മെയിൻസിൽ എത്ര പേപ്പർ ഉണ്ട്? 9 പേപ്പർ ഉണ്ട്. ടോട്ടൽ മാർക്ക് വരുന്നത് എത്രയാണ്? 1750-ലാണ്. മെയിൻസ് എന്താണ്? ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. ഇതില് 9 പേപ്പർ ഉണ്ടെങ്കിലും ഇതിലെ എല്ലാ പേപ്പറും എന്ത് ചെയ്യത്തില്ല? ഫൈനൽ റാങ്കിങ്ങിന് വേണ്ടിയിട്ട് കൗണ്ട് ചെയ്യപ്പെടുന്നില്ല. നമുക്ക് നോക്കാം അത് ഏതൊക്കെയാന്നൊക്കെ. മെയിൻസിന്റെ പേപ്പേഴ്സ് നോക്കാം. എസ്എ, GS പേപ്പർ 1, GS പേപ്പർ 2, GS പേപ്പർ 3, GS പേപ്പർ 4, ഓപ്ഷണൽ പേപ്പർ 1, ഓപ്ഷണൽ പേപ്പർ 2. ഇതിന്റെ ഓരോന്നിന്റെ മാർക്ക് നോക്കാം. ഇത് കൂടാതെ എന്തുണ്ട്? 2 ലാംഗ്വേജ് പേപ്പറും കൂടെ വരുന്നുണ്ട്. പക്ഷെ ലാംഗ്വേജ് പേപ്പർ എന്ത് ചെയ്യത്തില്ല? ലാംഗ്വേജ് പേപ്പർ ജസ്റ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് വേണ്ടി മാത്രം ഉള്ളതാണ്. അതെന്ത് ചെയ്തില്ല? മെറിറ്റ് കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് എടുക്കത്തില്ല.
എസ്സേയുടെ മാർക്ക് നോക്കാം 250 GS പേപ്പർ 1 to GS പേപ്പർ 4 ഇതിനെല്ലാം എന്താണ് 250 മാർക്ക് വീതമാണ് വരുന്നത്. പിന്നെ ഓപ്ഷണൽ പേപ്പറിനും എന്താണ് 250 മാർക്ക്, ഓപ്ഷണൽ പേപ്പർ 2വിനും എന്താണ് 250 മാർക്ക്. ഓക്കെ, പിന്നെ അടുത്തതാണ് 2 ക്വാളിഫയിങ് പേപ്പേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഏതൊക്കെയാണ്? ഇംഗ്ലീഷും ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജും. ഇതെന്താണ് ഫൈനൽ റാങ്കിങ്ങിന് വേണ്ടിയിട്ട് ഇതിന്റെ മാർക്ക് എടുക്കുകയല്ല, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതിയാവും. ഇനി അടുത്ത സ്റ്റേജ് ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇതെന്താണ് ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ആണ്. 275 മാർക്കിലാണ് എന്ത് വരുന്നത്, 275 മാർക്കാണ് ഇതിന് വരുന്നത്. ഓക്കെ, മെയിൻസിന്റെയും അതുപോലെ തന്നെ ഇന്റർവ്യൂവിന്റെയും മാർക്ക് മാത്രമാണ് മെറിറ്റ് കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് എടുക്കത്തുള്ളൂ. ഇന്റർവ്യൂവിൽ പാനല് സാധാരണയായിട്ട് വിലയിരുത്തുന്നത് എന്താണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, കറണ്ട് അഫയേഴ്സ് അവയർനെസ് എന്നിവയൊക്കെ ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. പ്രിലിംസ് എന്താണ്, പ്രിലിംസിന്റെ 2 പേപ്പർ ആണുള്ളതെന്ന് മനസ്സിലാക്കി. ഇനി മെയിൻസിനാണെങ്കിൽ 9 പേപ്പർ ഉണ്ട്. അതിൽ 2 പേപ്പർ, അതായത് നമ്മുടെ ലാംഗ്വേജ് പേപ്പർ എന്താണ് മെറിറ്റ് കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് എടുക്കത്തില്ല. ബാക്കിയുള്ള പേപ്പേഴ്സ് ആണ് എസ്സേ, അതുപോലെ GS പേപ്പർ 1, 2, 3, 4, അതുപോലെ തന്നെ എന്താണ് ഓപ്ഷണൽ പേപ്പർ 1, ഓപ്ഷണൽ പേപ്പർ 2. ഇതിന്റെ മാർക്കാണ് എന്തിനു വേണ്ടിയിട്ട് എടുക്കുന്നത്, മെറിറ്റ് കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. പിന്നെ ഇന്റർവ്യൂവിന്റെ മാർക്ക് എത്രയാണ് വരുന്നത്, 275 മാർക്കാണ് ഇന്റർവ്യൂവിന് വരുന്നത്. ഫൈനൽ മെറിറ്റ് കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. ഫൈനൽ റാങ്ക് എങ്ങനെയാണ് എടുക്കുന്നത്, മെയിൻസിന്റെ മാർക്ക് പ്ലസ് ഇന്റർവ്യൂവിന്റെ മാർക്കാണ്. മെയിൻസിന് എത്രയാണ് 1750 മാർക്ക് വരുന്നത്, ഇന്റർവ്യൂവിന് 275. ടോട്ടൽ അങ്ങനെ 2025 മാർക്ക് വരുന്നത്. മെയിൻസിന് 1750, ഇന്റർവ്യൂവിന് 275. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് UPSCയുടെ പ്രിപ്പറേഷൻ ടിപ്സും കൂടെ നോക്കാം. ആദ്യം തന്നെ എന്ത് ചെയ്യണം, എക്സാമിന്റെ പാറ്റേണും അതുപോലെ തന്നെ സിലബസും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ പഠിച്ചു തുടങ്ങാനായിട്ട് പാടുള്ളൂ. അല്ലാതെ ആദ്യമേ വന്നിട്ട് സിലബസ് എടുത്തു, ടെക്സ്റ്റ് ഉണ്ട് അത് പഠിച്ചോ, അങ്ങനെയല്ല. അതെന്ത് ചെയ്യുക, എക്സാമിനെ കുറിച്ച് നല്ല രീതിക്ക് മനസ്സിലാക്കുക. എക്സാമിന്റെ പാറ്റേൺ, സ്റ്റേജസ്, അതുപോലെ തന്നെ സിലബസ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓക്കെ, സിലബസ് മനസ്സിലാക്കുക, NCERTs പഠിക്കുക, PYQs നോക്കുക, അതുപോലെ തന്നെ എന്താണ് കറണ്ട് അഫയേഴ്സ് നോക്കി പോവുക. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. UPSC CSCക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് നോട്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ CSATന്റെ ക്ലാസ്സസും അവൈലബിൾ ആണ്. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ നോട്ട്സും ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, എനിക്കൊരു മെസ്സേജ് ചെയ്താൽ മതിയാവും. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്